സിൻബാദിന്റെ യാത്ര തുടരുന്നു. ഇന്ന് നമുക്ക് യാത്രയുടെ രണ്ടാം ഭാഗം കാണാം. നമസ്കാരം. കഥാകഥന സാഗരത്തിലെ സിംബാദിന്റെ വിശ്വസ്തരായ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യ യാത്രയിൽ തിമിംഗലം, റാഗ് പക്ഷി, പാമ്പുകളുടെ താഴ്വര ഇത്രയൊക്കെ കഴിഞ്ഞ് സിംബാദ് എന്ന ധീരൻ ബാഗ്ദാദിൽ എന്തു ചെയ്യുകയാണ്? സിൻബാദ് പറയുന്നു, എൻ്റെ വീട്ടിലെ കുന്നുകൂടിയ സമ്പത്ത് എനിക്ക് മടുത്തു. ഈ അലസ ജീവിതം ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സ്വർണം വിറ്റ് ലാഭം നേടുന്നതിനേക്കാൾ മഹത്തരമാണ് ഒരു സാഹസയാത്ര. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ യാത്രയിൽ കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സിംബാദ് വീണ്ടും കപ്പലിൽ കയറി. ഇത്തവണ കപ്പൽ നിറയെ വില കൂടിയ ചരക്കുകളായിരുന്നു. യാത്ര വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ശാന്തമായ കടലിൽ വിധി സിംബാദിനായി ഒരു സമ്മാനം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം, ഒരു കൊടുങ്കാറ്റ് പോലും ഇല്ലാത്ത ദിവസം, കപ്പൽ ഒരു കാന്തിക മലയുടെ അടുത്തുള്ള ദ്വീപിലെത്തി. കാന്തിക മലയിൽ ഇടിച്ച് കപ്പൽ കഷ്ണങ്ങളായി. ചരക്കുകൾ കടലിൽ മുങ്ങി. സിംബാദും ഏതാനും വ്യാപാരികളും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവർ ഒരു മരപ്പലകയിൽ പിടിച്ച് മറ്റൊരു ദ്വീപിലെത്തി. സിംബാദ് പറഞ്ഞു, ഞാൻ വീണ്ടും ഒരു ഭീകര ദ്വീപിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എനിക്ക് മാത്രം ലഭിക്കുന്നതാണോ ഈ ഭാഗ്യം? ദ്വീപിലെ ആദ്യ കാഴ്ച തന്നെ ഭീകരമായിരുന്നു. കപ്പലിന്റെ തകർന്ന ഭാഗങ്ങളും മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും. ദ്വീപ് മനോഹരമാണ്. എന്നാൽ അവിടെ വന്ന ആരും തിരികെ പോയിട്ടില്ലെന്ന് സിംബാദിന് മനസ്സിലായി. അവർ പേടിച്ചരണ്ടു ഒളിച്ചിരുന്നു. അപ്പോഴാണ് അത് കേട്ടത്. ഭീകരമായൊരു ശബ്ദം, മരങ്ങൾ കടപുഴകുന്ന പോലെ. പെട്ടെന്നൊരു നാവികന്റെ ശബ്ദം, രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇതാ ഭീകരൻ വരുന്നു. അവർ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിച്ചു കളഞ്ഞു. ഒരു ഭീമാകാരൻ, ഒറ്റക്കണ്ണൻ, കണ്ണുകൾ ചുവന്ന തീക്കനൽ പോലെ. അയാൾ ഭീകര വലിപ്പമുള്ള ഒരു തടിയിൽ ചുമന്നുകൊണ്ട് അതാ നടന്നു വരുന്നു. ഭീകരൻ എല്ലാവരെയും കണ്ടു. അയാൾ അവരെ ഒരു ഗുഹയിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി. ഒരു വലിയ കല്ല് വെച്ച് ഗുഹ അടച്ചു. രാത്രിയായി. ഭീകരൻ ഗുഹയുടെ വാതിൽ തുറന്നു. ഓരോരുത്തരെയായി പിടിക്കാൻ തുടങ്ങി. അയാൾ ഒരു മനുഷ്യനെ പിടിച്ചു തല നിലത്തടിച്ചു കൊന്നു. എന്നിട്ട് അയാളെ പച്ചയ്ക്ക് തിന്നു. സിംബാദിന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി ആ ഭീകരന്റെ ഭക്ഷണമായി മാറിക്കൊണ്ടിരുന്നു. അടുത്ത ഊഴം ആർക്കാണ്? പക്ഷേ ഇതിനിടയിലും സിംബാദ് പേടിച്ച് കരഞ്ഞില്ല. തൻ്റെ മുൻ യാത്രകളിലെ ബുദ്ധി അദ്ദേഹം പ്രയോഗിച്ചു. ഈ ജീവിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗുഹയുടെ മൂലയിൽ ഒരു വലിയ ഇരുമ്പ് കമ്പി കിടപ്പുണ്ടായിരുന്നു. സിംബാദും മറ്റ് രണ്ട് സുഹൃത്തുക്കളും ചേർന്ന ആ ഇരുമ്പ് കമ്പി തീയിൽ പഴുപ്പിച്ചെടുത്തു. നമ്മൾ ഇതിനെ അന്ധനാക്കണം. അതാണ് ഏക വഴി. ഭീകരൻ അന്ധനായി. അവൻ വേദനയോടെ ഗുഹയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. സിംബാദ് താൽക്കാലികമായി രക്ഷപ്പെട്ടു. പക്ഷേ അന്ധനായ ആ ഭീകരൻ ഗുഹയുടെ വാതിൽക്കൽ കാവൽ നിൽക്കുകയാണെങ്കിൽ സിംബാദിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? സിംബാദും സുഹൃത്തുക്കളും ധീരമായി ആ ഒറ്റക്കണ്ണൻ ഭീകരന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ഇപ്പോൾ ഭീകരൻ ഗുഹയുടെ വാതിൽക്കൽ കാവൽ നിൽക്കുകയാണ്. പുറത്ത് കടൽ, അകത്തിരുട്ട്. സിംബാദ് ഇനി എന്തു ചെയ്യും? ഭീകരൻ അന്ധനാണെങ്കിലും വളരെ ശക്തനാണ്. ഗുഹയുടെ വാതുക്കൽ കാവൽ നിൽക്കുന്നതിനോടൊപ്പം അയാൾ ഓരോ മനുഷ്യനെയും തപ്പു. അപ്പോഴാണ് സിംബാദിന്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത്. ഭീകരന്റെ ഭക്ഷണം ആടുകളായിരുന്നു. രാത്രിയിൽ ആടുകൾ ഗുഹയുടെ അകത്തു വരും. രാവിലെ ഭീകരൻ അവയെ പുറത്തേക്ക് വിടും. സിംബാദും സുഹൃത്തുക്കളും വളരെ വേഗത്തിൽ
ഭീകരജീവി ഭക്ഷിച്ചിട്ട് ദൂരെ വലിച്ചെറിഞ്ഞ വലിയ ആടുകളുടെ രോമക്കുപ്പായങ്ങൾ കയ്യിലെടുത്തു. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. പക്ഷേ ആ രാക്ഷസൻ വാതിൽ കാവൽ നിൽക്കുന്നുണ്ട്. നേരം പുലർന്നു. ഭീകരൻ ഗുഹയുടെ വാതിൽ തുറന്നു. ആടുകൾ പുറത്തേക്ക് പോവാൻ തുടങ്ങി. ഭീകരന്റെ കൈകൾ ഓരോ ആടിന്റെയും മുകളിൽ തപ്പുന്നു. സിംബാദും സുഹൃത്തുക്കളും ആടുകൾക്കിടയിൽ ഒടിച്ചിരുന്നു. ഭീകരന്റെ കൈകൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയി, പക്ഷേ അവരെ തൊട്ടില്ല. അവർ ഗുഹയ്ക്ക് പുറത്തിറങ്ങി. ഭീകരന്റെ പിടിയിൽ നിന്ന് ഒരുവിധം അവർ രക്ഷപ്പെട്ടു. അവർ ഓടി. ഭീകരന്റെ അലർച്ച കേട്ട് ഭീതിയോടെ വീണ്ടും ഓടി. ഒടുവിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സിംബാദ് അവരോട് ചോദിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷെ എങ്ങോട്ട് പോകും? കടപ്പുറത്ത് ചിതറിക്കിടന്ന കപ്പലിന്റെ തകർന്ന ഭാഗങ്ങൾ അവർ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി. ഉടൻ തന്നെ എല്ലാവരും അതിൽ കയറി കടലിലേക്ക് ഇറങ്ങി. കുറച്ചു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു വലിയ കപ്പൽ കണ്ടു. സന്തോഷത്തോടെ കൈകൾ ഉയർത്തി അവർ കപ്പലിന് അടയാളം കാണിച്ചു. കപ്പലിലെ വ്യാപാരികൾ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. സിംബാദിന്റെ അത്ഭുത കഥകൾ കേട്ട് കപ്പലിലുള്ളവരെല്ലാം വിസ്മയിച്ചു. ഒരു തിമിംഗലത്തിന്റെ പുറത്ത് നിങ്ങൾ അടുപ്പ് കൂട്ടിയെന്നോ? റാക്ക് പക്ഷിയോടൊപ്പം പറന്നുയർന്നുവെന്നോ? ഒറ്റക്കണ്ണൻ ഭീകരനെ തോൽപ്പിച്ചുവെന്നോ? എല്ലാത്തിനും സിംബാദ് മറുപടി പറഞ്ഞു, അതെ, എനിക്ക് ലോകം കണ്ടാൽ മതി, പണം ആവശ്യമില്ല. സിംബാദ് തൻ്റെ യാത്രക്കിടയിൽ ശേഖരിച്ച രത്നങ്ങളും വില കൂടിയ വസ്തുക്കളും ആ കപ്പലിലെ വ്യാപാരികൾക്ക് നൽകി. അവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാഗ്ദാദിൽ കൊണ്ടുചെന്നെത്തിച്ചു. ഇതൊന്ന് കുടിക്കൂ. വളരെ നന്ദി. നമുക്ക് നൃത്തം ചെയ്യാം. സന്തോഷത്തോടെ ഇത് ആഘോഷിക്കൂ. സിംബാദ് വീണ്ടും സമ്പന്നനായി. ഭീകരന്മാരും അത്ഭുതങ്ങളും നിറഞ്ഞ യാത്രക്കൊടുവിൽ അദ്ദേഹം വീട്ടിലെത്തി. ഓ, ഈ യാത്രയോടെ എൻ്റെ സാഹസികത തീർന്നു. ഇനി ഞാൻ വീട്ടിലിരുന്ന് സമാധാനത്തോടെ ജീവിക്കും, സിംബാദ് പറഞ്ഞു. പക്ഷെ സിംബാദിൻ്റെ വാക്കുകൾ സത്യമാകുമോ? ശാന്തമായ ജീവിതം അദ്ദേഹത്തിന് മടുക്കുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സാഹസികൻ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? സിംബാദിൻ്റെ അടുത്ത യാത്രയുമായി നമുക്കുടൻ കണ്ടുമുട്ടാം. അതുവരെ വിടാം.